ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ലോബിയ സാലഡാണ്. ലോബിയ പ്രോട്ടീൻ റിച്ച് ആണ്, അതേപോലെ തന്നെ ഇതൊരു വെയിറ്റ് ലോസ് സാലഡ് കൂടിയാണ്. എല്ലാവർക്കും നന്ദാസ് ഡിഷസിലേക്ക് സ്വാഗതം. സാലഡ് തയ്യാറാക്കാനായിട്ട് ഒരു ബൗളിലേക്ക് വേവിച്ച ലോബിയ 1 കപ്പ് ഇടാം. ഈ പയർ വേവിക്കുന്നത് എങ്ങനെയെന്ന് വീഡിയോയുടെ ലാസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് കുക്കുംബറും ചെറുതായി എരിഞ്ഞ ക്യാരറ്റ് 1/2 കപ്പ് കൂടി ഇടാം. ഇനി 1/2 കപ്പ് ഗ്രീൻ ക്യാപ്സിക്കം, 1/2 കപ്പ് ടൊമാറ്റോയും 1/2 കപ്പ് ഗ്രീൻ ആപ്പിൾ അരിഞ്ഞത് കൂടി ഇതിലേക്ക് ഇടാം. സാലഡിൽ ഗ്രീൻ ആപ്പിൾ ഇടുമ്പോഴാണ് ടേസ്റ്റ് കൂടുതൽ. ഇനി ഇതിലേക്ക് റോസ്റ്റ് ചെയ്ത പീനട്ട്സ് 1 ടേബിൾ സ്പൂൺ, സൺഫ്ലവറിൻ്റെ സീഡ് 1 ടേബിൾ സ്പൂൺ, പംകിൻ സീഡ്സ് 1 ടേബിൾ സ്പൂൺ, വെളുത്ത എള്ള് 1 ടേബിൾ സ്പൂൺ, റോസ്റ്റ് ചെയ്ത ഫ്ലാക്സ് സീഡ് 1 ടീസ്പൂൺ, ജീരകപ്പൊടി വറുത്തത് 1/4 ടീസ്പൂൺ, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇനി ഇതിലേക്ക് പിങ്ക് സോൾട്ട് കൂടി ചേർക്കാം. നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച് ചേർക്കാവുന്നതാണ്. 1/4 ടീസ്പൂൺ ഇതിലേക്ക് ഇടാം. പിങ്ക് സോൾട്ടിന് കുറച്ച് ടേസ്റ്റ് കൂടുതലായിട്ടാണ് തോന്നിയിട്ടുള്ളത്. അതേപോലെ തന്നെ ഇതിൽ മിനറൽ കണ്ടൻസും സാധാരണ ഉപ്പിനെക്കാട്ടിൽ കൂടുതലാണ്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നാരങ്ങാനീര് കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ചപ്പാത്തിയും കറിയുമൊക്കെ ഡിന്നറിന് തയ്യാറാക്കുമ്പോൾ കുറേ സമയം അധികം എടുക്കും. ഇതേപോലെ സാലഡ് തയ്യാറാക്കുകയാണെങ്കിൽ ഹെൽത്തിയുമായിരിക്കും, വേഗം തന്നെ തയ്യാറാക്കി എടുക്കാനും പറ്റും. ദിവസവും സാലഡ് തയ്യാറാക്കുന്നവർക്ക് വ്യത്യസ്തമായ രുചിയിൽ ഓരോ ദിവസവും സാലഡ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് സാലഡിൻ്റെ ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട്. എല്ലാം നല്ല ടേസ്റ്റുള്ള സാലഡാണ്. അതേപോലെ ഇതൊരു വെയിറ്റ് ലോസ് സാലഡ് കൂടിയാണ്, ഹെൽത്തിയുമാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇത് നല്ലതുപോലെ മിക്സ് ആയി കഴിഞ്ഞു. ഇതിനി നമുക്ക് വിളമ്പുന്ന ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതിൽ ചേർത്തിരിക്കുന്ന വെളുത്ത പയറിൻ്റെ പേര് ലോബിയ എന്നാണ്. മിക്കവാറും ഉള്ള സൂപ്പർ മാർക്കറ്റുകളിലെല്ലാം ഇത് വാങ്ങാൻ കിട്ടും. അതേപോലെ തന്നെ ഇത് വേവിക്കുന്നത് എങ്ങനെയെന്ന് ചിലർക്കെങ്കിലും സംശയം വരാം. ഉപ്പ് ചേർത്തിട്ടാണോ വേവിക്കുന്നത്, എത്ര വിസിൽ വരണം, എന്തളവിലാണ് എടുക്കുന്നത്, ഇതെല്ലാവർക്കും ആവശ്യമില്ലാത്തത് കൊണ്ടാണ് വീഡിയോയുടെ ലാസ്റ്റിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ലോബിയ വേവിക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. 1/2 കപ്പ് ഒരു പാത്രത്തിലേക്ക് ഇടാം. ഇത് നമ്മുടെ വൻപയർ പോലൊക്കെ തന്നെയാണ് ഇരിക്കുന്നത്, പക്ഷെങ്കിൽ അതിനെക്കാട്ടിൽ കുറച്ചും കൂടി വലുപ്പമുണ്ട്, ടേസ്റ്റും വ്യത്യസ്തമാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കുതിരാൻ വേണ്ടി മാറ്റിവെക്കാം. കുറച്ച് പയറൊക്കെ വെള്ളത്തിൻ്റെ മുകളിൽ പൊങ്ങിക്കിടപ്പുണ്ട്. നല്ലതുപോലെ ഒന്ന് ഇളക്കി ഇത് അടച്ചു വെക്കാം. ആറ് മുതൽ 8 മണിക്കൂർ ആകുമ്പോഴേക്കും ഇത് നല്ലതുപോലെ കുതിർന്ന് കിട്ടും. ഇതിനി കഴുകി ഒന്ന് വൃത്തിയാക്കിയെടുക്കാം. പയർ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തു കഴിഞ്ഞു. 1/2 കപ്പ് പയർ കുതിർന്നു കഴിഞ്ഞപ്പോഴേക്കും 1 കപ്പ് ആയിക്കഴിഞ്ഞു. ഇതൊരു കുക്കറിലേക്ക് ഇട്ട് ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടി ഒഴിക്കാം. 1/4 ടീസ്പൂൺ ഉപ്പ് കൂടിയിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി അടച്ചു വെക്കാം. ഹൈ ഫ്ലെയിമിൽ 1 വിസിൽ വന്നതിന് ശേഷം തീ ഓഫ് ചെയ്യാം. ഇതിലെ ആവി മുഴുവൻ പോയതിന് ശേഷം തുറക്കാം. ഇത് നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇനി ഇതിലെ വെള്ളം ഒന്ന് കളയാം. ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കഴുകിയെടുക്കാം. സാലഡിൽ ചേർക്കാനുള്ള പയർ തയ്യാറായി കഴിഞ്ഞു. വെള്ളം ഒന്ന് തോർന്നതിന് ശേഷം മിക്സിംഗ് ബൗളിലേക്ക് മാറ്റാം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യണം. പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ കിട്ടാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അതിനുശേഷം ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം.